പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രാർത്ഥനയാണ്, കർത്താവെ എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഇന്ന് സുവിശേഷത്തിൽ കർത്താവ് പറയും, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് ആദ്യമേ തന്നെ സമാധാനം ആശംസിക്കണം. കർത്താവെ എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും അതിനോട് ഷാലോം എന്ന് പറയണം. ഷാലോം, ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ വരുന്നൊരു ഒരു ഒരു സമാധാനമുണ്ട്, ഒരു ഒരു സന്തോഷമുണ്ട്. അത് പറയാൻ പറ്റാത്ത വിധത്തിൽ ഒരു ശാന്തതയുണ്ട്. ശരിക്കും ഷാലോം. ഏത് വീട്ടിൽ ചെന്നപ്പോഴാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ വീട്ടിൽ കയറുമ്പോൾ പോലും നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ, പള്ളിയിൽ പോയി വരുമ്പോൾ, പുറത്തുനിന്ന് ഇറങ്ങി അകത്തേക്ക് കയറുമ്പോൾ ഒരു ഷാലോം കുടുംബത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഏതൊരു വീട്ടിൽ ചെല്ലുമ്പോഴും, ഏതൊരു ഭവനത്തിൽ ആദ്യമായി പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുക. സമാധാനത്തിൻ്റെ ആ ഒരു സമാധാന ദൂത് സ്വീകരിക്കാൻ ആ കുടുംബം തയ്യാറാണെങ്കിൽ, അത് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമാധാനം അവരുടെ കുടുംബത്തിലുണ്ടാവും. അല്ലെങ്കിൽ അത് നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു പോരും. ഒരിടത്തും നഷ്ടപ്പെടുന്ന കാര്യമല്ല ഇത്. നമുക്ക് എത്ര വേണേലും കൊടുക്കാവുന്ന, ഒരിടത്തും നഷ്ടപ്പെടുത്തി കളയേണ്ടി വരാത്ത വലിയൊരു അനുഗ്രഹമാണ് കയറി ചെല്ലുന്ന വീടുകൾക്കൊക്കെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വചനമൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നമ്മൾ പ്രത്യേകമായിട്ട് വചനത്തിൽ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. ഒരാൾക്ക് സമാധാനം കിട്ടാൻ പോകുന്നതിൻ്റെ വഴി എന്താണെന്ന് വചനം പറഞ്ഞു തരുന്ന കാര്യമാണ്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും ആകുലരാവാതെ കൃതജ്ഞതയർപ്പിച്ച് പ്രാർത്ഥന സമർപ്പിച്ച് പരിപൂർണമായി ദൈവത്തിങ്കിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ 7-ാമത്തെ വചനം നമ്മളോട് പറയും, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമ്മുടെ സകല ചിന്തകളെയും ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കാനായി പരിപൂർണമായി എൻ്റെ ജീവിതത്തെ, എൻ്റെ ചിന്തകളെ, എൻ്റെ പദ്ധതികളെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടുകൂടെയും ആയിരിക്കാൻ വചനം ഓർമ്മപ്പെടുത്തും. സമാധാനം വേണോ? മുഴുവനായിട്ട് സമർപ്പിക്കുക. കൃതജ്ഞത പറ. ദൈവത്തിൻ്റെ തിരുമുൻപിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുക. അപ്പോൾ സകല ചിന്തകളെയും അതിലംഘിക്കുന്ന, സകല ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെ ഭരിക്കുമെന്ന വചനം പറയണേ. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മൾ ഏതൊരു കുടുംബത്തിലേക്കും കയറി ചെല്ലുമ്പോൾ പറയാനുള്ള കാര്യം അതാണ്, ഈ കുടുംബത്തിന് ഷാലോം. കാരണം കർത്താവാണ് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യണത്. ഷാലോം, സമാധാനം ഉണ്ടാവട്ടെ. അപ്പോൾ അവർ തിരിച്ചു പറയും, പിന്നെ സമാധാനം, ഒച്ചപ്പാടും ബഹളമാണ്, ബുദ്ധിമുട്ടാണ്, ഡോൺ വറി, പേടിക്കണ്ട, കർത്താവാണ് നിങ്ങളെ ഇങ്ങനെ എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണമെന്നറിയോ, എന്തൊരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചില വീടുകളിൽ ചെന്ന് ഈശോ നോക്കും എന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കും എന്ന് പറയണേ, ആള് ഒന്നും അറിയണില്ല, അത്രയും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞുകൊടുത്താണ് ഒരു കുടുംബത്തെ സമാധാനത്തിലേക്ക് നയിക്കേണ്ടതെന്നാണ് വചനം പറയണേ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുക, കൃതജ്ഞതയോടുകൂടെ സമർപ്പിക്കാനാണ് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ സമാധാനം ഇങ്ങനെ ഒരിടത്തും എടുത്തു മാറ്റാൻ പറ്റാത്ത, ഒരാളും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കുടുംബം ഇങ്ങനെ സ്വസ്ഥമാവുന്നത് അറിയാൻ പറ്റും. ഇത്രയും നാൾ പല പ്രശ്നങ്ങളെക്കുറിച്ച്, പല ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരസ്പരം കലഹിക്കുകയും പരാതി പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്ന മനുഷ്യർ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിരുന്ന്
അവനിലേക്ക് എൻ്റെ പദ്ധതികൾ മുഴുവനായിട്ട് സമർപ്പിച്ച് കർത്താവെ കാത്തോളണേ, ഒന്ന് നോക്കിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിച്ച് ഇത്രയും കാലം അവൻ നടത്തിക്കൊണ്ടുവന്ന വഴികളെ ഓർത്ത് നന്ദി അർപ്പിച്ച് ഒരിത്തിരി നേരം ഒരുമിച്ചിരുന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ സകല പ്രശ്നങ്ങളും തീരും. ഉള്ളതാ സമാധാനം ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്നത് അറിയാൻ പറ്റും. കർത്താവെ എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ്. ദൈവം നോക്കും. ദൈവമാണ് ഈ കുടുംബത്തെ രൂപപ്പെടുത്തിയതെങ്കിൽ, ഇത്രയും നാളും കൊണ്ടു നടന്നതെങ്കിൽ, ഇത്രയും നാൾ പരിപാലിച്ചതെങ്കിൽ ഇനിയും കർത്താവ് തന്നെ നോക്കും. ആ സമയം, ആ നിമിഷം എൻ്റെ സകല ധാരണകളെയും അതിലംഘിക്കുന്നൊരു വലിയ സമാധാനം, ഒരു സ്വസ്ഥത, നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞറിയിക്കാനാവാത്തൊരു ശാന്തത കൊണ്ട് എൻ്റെ ജീവിതം നിറയും, എൻ്റെ കുടുംബം നിറയും. കർത്താവെ, അങ്ങനെയൊരു സമാധാനത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുന്ന, ഞങ്ങൾ കയറി ചെല്ലുന്ന ഓരോ വീടുകളെയും ആ സമാധാനത്തിലേക്ക് ആനയിക്കുന്ന വാക്ക് ഞങ്ങളുടെ നാവിൽ നിന്ന് വരാൻ, അങ്ങനെ ഒരു ആശംസ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടാൻ, അതങ്ങനെ തന്നെ പ്രാവർത്തികമായി തീരാൻ അനുവദിക്കണേ, അനുഗ്രഹിക്കണേ എന്ന അപേക്ഷയോടുകൂടെ കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാവാൻ ഞങ്ങൾക്ക് ആശീർവാദം തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കർത്താവേ, കാലങ്ങൾ ഒരുപാടായി സ്വസ്ഥതയോടെ ഒന്നുറങ്ങിയിരുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. സമാധാനമില്ലാതെ പോയതിൻ്റെ കാരണം പിടികിട്ടുന്നുണ്ട്. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാതിരുന്നതാണ്. ഈ രാത്രി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളിതാ നിദ്രയിലേക്ക് പോകുന്നു. കാവലായിരിക്കണമേ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.